ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് കപ്പയും ചിക്കൻ തോരനും ആയാലോ. ചിക്കൻ കൊണ്ട് നമ്മൾ പലപ്പോഴും പല വെറൈറ്റീസ് പരീക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മളിവിടെ സ്ഥിരമാക്കുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ തോരൻ. അപ്പം നമുക്കിന്ന് അത് കണ്ടാലോ. അപ്പം ഞാൻ എന്താ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ കടായി അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് ആദ്യം കടുവറ പരിപാടിയാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതാണ് നമ്മൾ അരിഞ്ഞു വെച്ച ഓരോരുത്തരെയായിട്ട് ഇതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാളയും കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അധികം മൂത്തുകൊണ്ട് കേട്ടോ, എന്നാലും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ തോരൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്തുകാർക്ക് ചിക്കൻ തോരൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. നമ്മുടെ ദോശയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഐറ്റം. അപ്പോൾ നമുക്കിതാ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതും ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും. അപ്പോൾ ഇവരെ 3 പേരെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ള. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള പൊടി എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ദാ ഇവിടെ 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 സ്പൂണ് ഗരം മസാലയും, പിന്നെ 1 തേങ്ങ ചിരകിയത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിലേ നമുക്കിതിൽ നന്നായിട്ട് കൂട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അതിനെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് കിട്ടണം. അത് മൂത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കഴിയുമ്പോൾ ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതായത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ഒന്ന് വാടി തുടങ്ങുമല്ലോ, അപ്പോഴേക്ക് അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ചത് നല്ല വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കുരുമുളക് ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് കടിക്കാനൊക്കെ കിട്ടും. പിന്നെ ഇതിൽ വേണമെങ്കിൽ തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഞാൻ അത് ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇരിപ്പില്ല കേട്ടോ, അതുകൊണ്ട് മല്ലിയില ചേർക്കുന്നില്ല. മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്താലോ. അങ്ങോട്ടേക്ക് കപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കൻ തോരനും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ അലങ്കാരത്തിന് വേണമെങ്കിൽ മുളക് ഉടച്ചതും വെച്ച് കൊടുക്കാം കേട്ടോ. ഉള്ളി മുളക് ഉടച്ചത് അത് ഇത്തിരി അഹങ്കാരമായി പോകുമെന്ന് കരുതിയിട്ട് ഞാനത് വെച്ച് കൊടുക്കുന്നില്ല. പാവം ചിക്കൻ തോരന് ഇച്ചിരി വെയിറ്റൊക്കെ വേണ്ടേ, അതുകൊണ്ട് തന്നെ സൈഡിൽ ഞാൻ ചിക്കൻ തോരൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ 2 പേരെയും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ സൂപ്പറായിരിക്കും. കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആയ ഉഷാറായി. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ ഇച്ചിരി മഴയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടൻ ചായയും കപ്പയും ചിക്കൻ തോരനും പൊളിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.